ഈ ചെറിയ നടപ്പാത മാത്രമേ അന്ന് ഇവിടെ ഉള്ളൂ. അന്ന് ഇങ്ങോട്ട് ആൾക്കാരുടെ പ്രവേശനങ്ങളൊന്നും ഇല്ല. അന്ന് ക്ഷേത്രമൊന്നും സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം അന്ന് ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അന്ന് വേടൻ ഇങ്ങനെ വിറക് ശേഖരിച്ച് പോയ കൂട്ടത്തിൽ ഒരു സർപ്പത്തെ കാണുകയും ആ സർപ്പത്തെ പിന്തുടർന്ന് വേടൻ അതിന്റെ പിന്നാലെ പോവുകയും അതിനെ വെട്ടുകയും ചെയ്തു. പക്ഷേ കയ്യിലിരുന്ന മഴ കൊണ്ട് സർപ്പത്തെ വെട്ടിയെങ്കിലും അത് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അത് രക്ഷപ്പെട്ടു. എന്നാൽ വെട്ടിയ സർപ്പം ഉപദ്രവിച്ച സർപ്പമല്ല, അത് ഉപദ്രവിക്കും എന്ന് കരുതി ആ സർപ്പത്തെ പിന്തുടർന്ന് വേടനും മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് കുറെ ദൂരം പോയപ്പോൾ മണ്ണുകൊണ്ടൊരു കൂന, അതായത് നമ്മൾ ചിതൽപുറ്റെന്ന് പറയുന്ന പോലെ ഒരു കൂന അവിടെ കാണുകയും ആ കൂനയും ഈ സർപ്പം പത്തി വിടർത്തിയിരിക്കുന്നതുമാണ് കണ്ടത്. തന്നെ കടിക്കാൻ വന്ന പാമ്പിനെ താൻ ഉപദ്രവിച്ചതിന് അത് തന്നെ തിരിച്ചു കടിക്കുമെന്നുള്ള ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന മഴ കൊണ്ട് വേടൻ ഈ പാമ്പിനെ ആഞ്ഞു വെട്ടി. എന്നാൽ വെട്ടുകൊണ്ട് പാമ്പ് അപ്രത്യക്ഷമായി. ഈ മൺകൂന ഉടഞ്ഞ് അതിൽ നിന്നും ജലപ്രവാഹമുണ്ടായി. ആ ജലത്തിൽ ശിവലിംഗ മാതൃകയിലുള്ള ഒരു അരൂപശില പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അത് കണ്ട് അതിശയിച്ച് നിന്ന വേടന്റെ കുടുംബത്തിന്റെ മുമ്പിൽ ഒരു മഹർഷി, ഒരു സന്യാസ രൂപത്തിൽ ആരോ വന്ന് പ്രത്യക്ഷപ്പെടുകയും അവരോട് നിങ്ങൾ അതിശയിക്കേണ്ട, ഇത് സാക്ഷാൽ പരാശക്തിയാണെന്നും ഇവരെ ബോധ്യപ്പെടുത്തുകയും ആ ഒരു ഇതിൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ വേടൻ അതിനെ പൂജിക്കുകയും ചെയ്തു. അന്ന് പൂജിക്കുക എന്ന് പറയുന്നത് ഈ മൺകുട്ടിൽ ഉള്ള വിഗ്രഹത്തിന് ജലപ്രവാഹം ഉണ്ടായെങ്കിലും അന്ന് ഈ ജലപ്രവാഹത്തിന് ചക്കര മധുരമായതുകൊണ്ട് ചക്കരയുടെ സ്വാദായിരുന്നു ഈ വെള്ളത്തിന്. പക്ഷേ ഈ വേടൻ സന്യാസിയായിട്ട് കണ്ട അദ്ദേഹം നാരദ മഹർഷി ആയിരുന്നെന്നും നാരദ മഹർഷി പറഞ്ഞാണ് ഈ പ്രതിഷ്ഠ അവിടെ പരാശക്തിയാണെന്ന് അറിഞ്ഞ വേടൻ അതിനെ പൂജിക്കാൻ പിന്നെ ഇലകളും കായലുകളും ഒക്കെ കൊണ്ടുവന്ന് നിവേദ്യം പോലെ ആ ശിലയ്ക്ക് മുമ്പിൽ വെക്കുകയും അവിടെ ഈ ഇല കൊണ്ടുള്ള പുഷ്പങ്ങളും ഒക്കെ പറിച്ച് കാട്ടിലുള്ള പുഷ്പങ്ങൾ പൂജിച്ച് ഇതിനെ പൂജിച്ച് തുടങ്ങി. അങ്ങനെ വേടൻ കുറെ കാലങ്ങൾ അവിടെ ഇതിനെ പൂജിച്ചിരുന്നെങ്കിലും പിന്നീട് വന്ന കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇങ്ങോട്ട് ആൾക്കാർ പിന്നീട് എത്തി മെല്ലെ തുടങ്ങുകയും അപ്പൊ താൻ കണ്ട ഈ വിഗ്രഹം നാരദ മഹർഷി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ചക്കരയുടെ സ്വാദുള്ള ഈ വെള്ളത്തിന് ചക്കരക്കുളം എന്ന് പേര് വരികയും പിന്നീട് അത് ലോപിച്ച് ചക്കുളത്തമ്മയായിട്ട് വരികയും നാരദന്റെ പ്രതിഷ്ഠയാൽ നാരദ മഹർഷി പ്രതിഷ്ഠിച്ച ഈ പ്രദേശം അല്ലെങ്കിൽ ഈ അമ്മ പിന്നീട് വിപുലമാവുകയും അതുപോലെ തന്നെ ജനം കേട്ടറിഞ്ഞ് ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് വേടൻ ഒരു ദിവസം ഭഗവത്